സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം കവർന്ന സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. ബാങ്ക് ജീവനക്കാരനായ സുധീറിന്റെ സ്വർണം വിൽക്കാൻ സഹായിച്ചയാളാണ് കസ്റ്റഡിയിലായത്. 22 പവൻ സ്വർണം വിറ്റതായാണ് സൂചന. മോഷ്ടിച്ചതിൽ കൂടുതലും ഒരാളുടെ സ്വർണമെന്നും വിവരങ്ങൾ ലഭിച്ചു. നിഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഒരു വലിയ ഈ തട്ടിപ്പ് എന്ന് തന്നെ പറയാം. ഈ വച്ചിരുന്ന സ്വർണം എടുത്തുകൊണ്ട് പോവാ, പകരം മുക്കുപണ്ടം കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ ഈ കസ്റ്റഡിയിലായിരിക്കുന്നയാളുടെ പശ്ചാത്തലം എന്താണ്? പോലീസ് പറയുന്നത് എന്താണ്? സേതു, ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളയാൾ ഈ സുധീറിനെ സ്വർണം വിൽക്കാൻ സഹായിച്ചയാള് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഇയാളുടെ സ്വർണമാണ് ഇത്തരത്തിൽ ഈ ബാങ്കിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി പകരം മുക്കുപണ്ടം വെച്ചത് എന്നതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വ്യക്തിയും ഈ സുധീർ തോമസും തമ്മിൽ അവർ ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പ് എന്ന് വേണം ഇതിനെ പറയാൻ. കാരണം ഇയാൾക്ക് വേണ്ടി സുധീർ ഇത് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ 22 പവൻ സ്വർണം വിറ്റ് 14 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള വ്യക്തി ഇത്തരത്തിലാണ് പോലീസിന് മൊഴി നൽകിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൽ 14 ലക്ഷം രൂപയും പക്ഷേ സുധീറിന് കൈമാറി എന്നൊരു മൊഴിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത്. അക്കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. ഈ കസ്റ്റഡിയിലുള്ള വ്യക്തിക്ക് വേണ്ടിയാണ് സുധീർ ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയതെങ്കിൽ ആ പണം എന്തിന് സുധീർ കൈപ്പറ്റുന്നു എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അക്കാര്യത്തിൽ ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ തട്ടിപ്പാണ് നടന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഒരു സഹകരണ ബാങ്കിൽ പണയം വെച്ച സ്വർണ്ണമാണ്. അവിടുത്തെ കാഷ്യറാണ് സ്ട്രോങ് റൂമിൽ കയറി സ്ട്രോങ് റൂം തുറന്ന് അതിനുശേഷം ആ സ്വർണം എടുത്തു മാറ്റുന്നു. പകരം അതിന് തത്തുല്യമായ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ 18 കവറുകളിലും മുക്കുപണ്ടം നിറയ്ക്കുന്നു. അതിനൊപ്പം തന്നെ ഈ സുധീറിൻ്റെ ഭാര്യയുടെ പേരിൽ അതേ ബാങ്കിൽ പണയം വെച്ച സ്വർണം അത് മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. അതിന് തൽക്കാലം പകരം വയ്ക്കാനൊന്നും നിന്നില്ല. അത് എടുത്ത് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ വലിയ തട്ടിപ്പ് തന്നെയാണ്. നേരത്തെ കോൺഗ്രസ് നിയന്ത്രണത്തിലുണ്ടായിരുന്ന ബാങ്കാണ്. ആ ബാങ്ക് പിന്നീട് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കൊടുവിൽ CPIM പിടിച്ചെടുക്കുകയായിരുന്നു. അത് വലിയ വാർത്തയായതാണ് ആനപ്പന്തി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ്. അത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് CPIM പിടിച്ചെടുത്ത ഒരു ബാങ്കാണ്. ആ ബാങ്കിലെ ജീവനക്കാരനാണ് CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ സുധീർ തോമസ്. അത്തരത്തിൽ രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ കൂടി ഈ കേസുമായി ചേർന്ന് വരാനുള്ള സാധ്യത ഏതായാലും ഉണ്ട്. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ തുടരട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരും മണിക്കൂറുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണൂർ ആനപ്പന്തി സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം കവർന്ന സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിലായ വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ നിഖിൽ അളവൂർ.